ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. അമ്മൂമ്മ ഇങ്ങനെ ഇരുന്നാലോ? ഞാൻ പിന്നെ എന്തോ ചെയ്യണം? പക്ഷേ നീ അകത്തങ്ങാണ് ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എങ്ങനെ കിടന്ന് ഉറങ്ങും? യേശുണ്ണയും കാണാനില്ല, യേശുണ്ണ തപ്പാൻ പോയ അമ്മായിയെ കാണാനില്ല. യേശു ഇങ്ങ് വരട്ടെ, എന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. അടിച്ചവന്റെ തൊലി ഞാൻ പൊളിക്കും. എൻ്റെ ദൈവമേ, ഈ വയസ്സെന്ന കാലത്ത് ഇതാണല്ലോ എൻ്റെ വിധി. ഇങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ല, ഞാനങ്ങ് പടവലത്ത് പോവും. സങ്കടപ്പെട്ടിരിക്കുമ്പോ സങ്കടപ്പെടുത്തുന്ന കാര്യം പറയല്ലേ അമ്മൂമ്മ. பாரு அம்மா அம்மாவோட வருத்தத்தை சொல்லிட்டு இருக்காங்க, அவங்க சொல்லட்டும் பாரு. ഇതിപ്പം വിഷമമാണെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു തീർക്കാം. അപ്പൊ ആദ്യ കയറിയിരിക്കുമല്ലയോ, ആദ്യാന്നും പറഞ്ഞുകൊണ്ട് ഈ കാര്യം നെയ്യാറ്റിൻകര പടവലത്തെ വിളിച്ച് പറയാൻ പറ്റുമോ? പറയാതിരിക്കാൻ പറ്റുമോ? പറയാതിരുന്ന എങ്ങനെയാ? சொல்லாம இருக்க எப்படி முடியும்? சொல்லாம இருந்தா அது பெரிய தப்பா மாறிடும். എനിക്ക് പേടിയാവുന്നു. பேடியெல்லாம் வேண்டாம், கேசு சேட்டன் தானே, கண்டிப்பா திரும்பி வருவான். എന്തായി മോളെ? கௌரி என்னாச்சு கௌரி, சொல்ல. എന്തായി അമ്മായി? നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ ബഹളം വെക്കാതെ. ഞാൻ ജംഗ്ഷനിലോട്ട് പോയി. അപ്പൊ അവിടെ ഒരു ചായക്കടയുടെ ഫ്രണ്ടില് അവന്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ ബാസ്റ്റനും നിപ്പുണ്ടായിരുന്നു. ഞാൻ അവരടുത്ത് ചോദിച്ച്, അവര് പറഞ്ഞത് രാവിലെ അവൻ ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിലേക്കാണെന്നും പറഞ്ഞു പോയെന്ന്. പിന്നെ അവനാരും കണ്ടിട്ടുമില്ല, അവനാരും വിളിച്ചിട്ടുമില്ല, അവനും വിളിച്ചിട്ടില്ലെന്ന്. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അമ്മ, നിങ്ങളിങ്ങനെ എന്നെ ടെൻഷൻ ആക്കാതെ. അമ്മ, ഞാൻ അവര് കുറച്ച് പിള്ളേരുടെ നമ്പർ മേടിച്ചിട്ടുണ്ട് അവന്റെ ഫ്രണ്ട്സിന്റെ, ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാം. கௌரி நைட் ஆச்சுல்ல, நம்மளுக்கு எல்லாரையும் கூப்பிட்டு சொல்ல வேண்டாமா? എന്നാ പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യും, എല്ലാരും വിളിച്ച് പറ. അമ്മ, ഞാൻ പടവലത്ത് അച്ഛനെ വിളിച്ച് വേറെ കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയിലാണ് അച്ഛനെ വിളിച്ച് ചോദിച്ചത്. അപ്പൊ കേശു അവിടെ ഇല്ലെന്ന് മനസ്സിലായി. എന്തിനാണ് വെറുതെ അച്ഛൻ്റെ അടുത്തും കൂടെ പറഞ്ഞ് അച്ഛനെയും കൂടെ ഈ വയസ്സാം കാലത്ത് ടെൻഷൻ ആക്കണ? അവ ഇങ്ങ് വന്ന് കയറിയിട്ടേ വല്ല ന്യായം പറയട്ടെ, അടിച്ച് ഞാൻ അവനെ തൊലി പൊട്ടിക്കും, നോക്കിക്കോ. നിങ്ങൾ എന്തുവാണെങ്കിലും ചെയ്തോ, കേശവൻ ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. கௌரி, நம்மளுக்கு லட்சுமி சிவா எல்லாம் கூப்பிட்டு சொல்ல வேண்டாமா? എന്തിനേച്ചി രാത്രി അവരെ വിളിച്ച് വെറുതെ ടെൻഷൻ ആക്കണേ? ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്നിലാണെങ്കിലേ കുറച്ച് നമ്പറുണ്ട് അവന്റെ കൂട്ടുകാരുടെ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അവരെ ഓരോരുത്തരായിട്ട് വിളിക്കട്ടെ. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം, സമാധാനപ്പെടും നിങ്ങള്. എന്റെ ദൈവമേ, എന്തൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യണം. ஒரு விஷயம் எனக்கு தெரியும், இவ்வளவு லேட் ஆயிட்டு அவனை நம்ம பார்க்காம இருந்தேன்னா நம்ம எல்லாருமே ടെൻഷൻ അടിക്കുന്നു, അവനക്ക് നല്ല தெரியும். അത് ശരിയാണ്. എന്തെങ്കിലും പ്രശ്നം പറ്റിയതുണ്ടല്ലോ, എവിടെ വീണാലും അവ എഴഞ്ഞാലും വീട്ടിലെത്തും. ഇത് വേറെ എന്തോ പറ്റിയതാണ്, എവിടെ ലോക്കായിട്ടുണ്ടാവും. അതാണ് ആലോചിക്കുമ്പോൾ തലപ്രാന്ത് പിടിക്കുന്ന എനിക്ക്. ഇനി ഏതെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോലീസ് പിടിച്ചായിരിക്കോ? പിന്നെ പോലീസ് പിടിച്ചെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ വിളിച്ച് പറയൂലേ? ഇത് അതൊന്നും അല്ല, വേറെ എന്തോ പ്രശ്നമാണ്. എന്റെ പെരുന്തൃക്കോവിലപ്പാ, എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യ. അമ്മ, എന്റെ അമ്മ കരയാതെ അകത്ത് പോയി കിടക്കണോ? അമ്മ എണീക്കണം. അമ്മ എണീക്കണം ചേച്ചി, അകത്തോണ്ട് കിടക്കണം. வாங்கம்மா.